ഹായ് എവ്രിവൺ. ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് മേരെ ഭാരത് വാസിയോം എന്നുള്ള ചാപ്റ്ററിനെ കുറിച്ചിട്ടാണ്. दशाब्दों की कोशिशों और लाखों के बलिदानों के परिणाम स्वरूप 1947 को भारत स्वतंत्र हुआ. 14 अगस्त की मध्य रात्रि की वेला में पंडित जवाहरलाल नेहरू ने तिरंगा फहराते हुए देश से जो अपील की थी वह देखें. പതിറ്റാണ്ടുകളോളം ഉള്ള പ്രയത്നത്തിൻ്റെയും ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവത്യാഗത്തിൻ്റെയും പരിണാമ സ്വരൂപമായിട്ടാണ് 1947 ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചത്. 14 ഓഗസ്റ്റ് മിഡ് നൈറ്റിൽ ത്രിവർണ പതാക പാറിച്ചുകൊണ്ട് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ജനങ്ങളോട് നടത്തിയ ഒരു അപ്പീലാണ് ഇവിടെ തന്നിട്ടുള്ളത്. മേരെ ഭാരത് വാസിയോ. कई वर्षों पहले हमने नियति को मिलने का एक वचन दिया था और अब समय आ गया है कि हम अपने वचन को निभाएं. पूरी तरह न सही लेकिन बहुत हद तक. आज रात 12 बजे जब सारी दुनिया सो रही होगी, भारत जीवन और स्वतंत्रता की नई सुबह के साथ उठेगा. വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ വിധി അല്ലെങ്കിൽ ഭാഗ്യവുമായി ഒരു കൂടിക്കാഴ്ച നടത്തുമെന്ന് ഒരു വാക്ക് നൽകിയിരുന്നു. എന്നാൽ ഇപ്പോൾ ആ സമയം വന്നിരിക്കുകയാണ്. ആ വചനം പൂർത്തീകരിക്കാനായിട്ട്, ആ വാക്ക് പൂർത്തീകരിക്കാനായിട്ടുള്ള സമയം വന്നിരിക്കുകയാണ്. മുഴുവനായിട്ടില്ലെങ്കിലും ഒരു പരിധി വരികയെങ്കിലും അത് പൂർത്തീകരിക്കാനുള്ള സമയമായിരിക്കുന്നു. ഇന്ന് രാത്രി 12 മണിക്ക് ലോകം മുഴുവൻ ഉറങ്ങുമ്പോഴും ഭാരതം ജീവന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും ഒരു പുതിയ പ്രഭാതവുമായിട്ടാണ് ഉണരുക. एक ऐसा क्षण जो इतिहास में बहुत ही कम आता है, जब हम पुराने को छोड़कर नए की तरफ जाते हैं, जब एक युग का अंत होता है और जब वर्षों से शोषित एक देश की आत्मा अपनी बात कह सकती है. यह एक संयोग है कि इस पवित्र मौके पर हम समर्पण के साथ खुद को भारत और उसकी जनता की सेवा और उससे भी बढ़कर सारी मानवता की सेवा करने के लिए प्रतिज्ञा ले रहे हैं. ചരിത്രത്തിൽ വളരെ വിരളമായി ലഭിക്കുന്ന ഒരു നിമിഷമാണിത്. ഒരു രാജ്യം പഴയതിനെ പിന്തള്ളി പുതിയതിലേക്ക് മാറുമ്പോൾ, ഒരു യുഗം അവസാനിക്കുമ്പോൾ, വർഷങ്ങളായി ചൂഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരുന്ന ഒരു ദേശത്തിന് തൻ്റെ ആവശ്യങ്ങൾ പ്രകടിപ്പിക്കാൻ ഉള്ള സ്വാതന്ത്ര്യം ലഭിക്കുന്ന ഈ പുണ്യനിമിഷത്തിൽ ഒരു കോയിൻസിഡൻസ് പോലെ എനിക്ക് ഈ നാടിൻ്റെയും ഈ ജനങ്ങളുടെയും ക്ഷേമത്തിനായി ഞാൻ പ്രവർത്തിക്കുമെന്ന പ്രതിജ്ഞ ചെയ്യാനുള്ള അവസരം ലഭിച്ചു. इतिहास के आरंभ के साथ ही भारत ने अपनी अंतहीन खोज प्रारंभ की और न जाने कितने ही सदियां इसकी भव्य सफलताओं और असफलताओं से भरी हुई है. चाहे अच्छा वक्त हो या बुरा, भारत ने कभी इस खोज से अपनी दृष्टि नहीं हटाई और कभी भी अपने उन आदर्शों को नहीं भूला जिसने इसे शक्ति दी. ചരിത്രത്തിൻ്റെ ആരംഭം മുതലേ ഭാരതം തങ്ങളുടെ അവസാനമില്ലാത്ത ഒരു അന്വേഷണം തുടങ്ങിയിരുന്നു. നൂറ്റാണ്ടുകളോളം നീണ്ട ഈ അന്വേഷണത്തിന് ഒരുപാട് നേട്ടങ്ങളും കോട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്തെല്ലാം സ്ഥിതികൾ വന്നിട്ടുണ്ടെങ്കിലും, എന്തൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിലും ഭാരതം ഈ അന്വേഷണത്തിൽ നിന്ന് പിന്മാറുകയോ തങ്ങളെ നയിച്ച ആദർശങ്ങളെ മറന്നുകളയുകയോ ചെയ്തിട്ടില്ല. आज हम दुर्भाग्य के एक युग का अंत कर रहे हैं और भारत पुनः खुद को खोज पा रहा है. आज हम जिस उपलब्धि का उत्सव मना रहे हैं वह महज एक कदम है नए अवसरों के खुलने का.
ഇന്ന് നമ്മൾ ദുർഭാഗ്യത്തിന്റെ ഒരു യുഗത്തെ പിന്നിലാക്കി വീണ്ടും ഒരു പുതിയ ഭാരതത്തിന് വേണ്ടിയുള്ള അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ്. ഇന്ന് നമ്മൾ എന്ത് നേട്ടത്തിന്റെ ഉത്സവമാണോ ആഘോഷിക്കുന്നത് അത് കേവലം ഒരു ചുവട് മാത്രമാണ്, പുതിയ അവസരങ്ങൾ തുറക്കുന്നതിലേക്കുള്ള ഒരു ചുവട്. इससे भी बड़ी विजय और उपलब्धियां हमारी प्रतीक्षा कर रही है. ഇതിനേക്കാളും ഒരുപാട് വലിയ വിജയങ്ങളും ഓപ്പർച്യൂണിറ്റീസും നമ്മളെ കാത്തിരിക്കുകയാണ്. क्या हम में इतनी शक्ति और बुद्धिमत्ता है कि हम इस अवसर को समझें और भविष्य की चुनौतियों को स्वीकार करें. भविष्य में हमें विश्राम करना या चैन से नहीं बैठना है, बल्कि निरंतर प्रयास करना है ताकि हम जो वचन बार बार दोहराते रहे हैं और जिसे हम आज भी दोहराएंगे उसे पूरा कर सके. भारत की सेवा का अर्थ है लाखों करोड़ों पीड़ित लोगों की सेवा करना. इसका मतलब है गरीबी और अज्ञानता को मिटाना, बीमारियों और अवसर की असमानता को मिटाना. हमारी पीढ़ी के सबसे महान व्यक्ति की यह महत्वाकांक्षा रही है कि हर एक आंख से आंसू मिट जाएं. शायद ये हमारे लिए संभव न हो, पर जब तक लोगों की आंखों में आंसू है और वे पीड़ित है तब तक हमारा काम खत्म नहीं होगा. और इसलिए हमें परिश्रम करना होगा ताकि हम अपने सपनों को साकार कर सकें. ഭാവിയിൽ നമ്മളുടെ മുന്നിൽ ഒരുപാട് അവസരങ്ങളും അതുപോലെ തന്നെ വെല്ലുവിളികളും ഉണ്ടാവും. അതിനെയെല്ലാം നേരിടാനുള്ള ബുദ്ധി സാമർഥ്യമോ ശക്തിയോ നമ്മിലുണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. പിന്നീട് അദ്ദേഹം പറയുന്നത്, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാലും നമ്മൾ അലസരായി ഇരിക്കുകയല്ല വേണ്ടത്, നല്ലൊരു ഭാരതത്തെ പടുത്തുയർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. ഭാരതത്തെ സേവിക്കുക എന്നതിൻ്റെ യഥാർത്ഥ അർത്ഥം ഭാരതത്തിലെ ലക്ഷങ്ങളോളം കോടികളോളമുള്ള ജനങ്ങൾ, വേദനിക്കുന്ന ജനങ്ങളുടെ വിഷമതകളെ ദൂരീകരിക്കുകയും അതോടൊപ്പം തന്നെ സമൂഹത്തിലെ എല്ലാ അസമത്വങ്ങളും അവസാനിപ്പിക്കുകയും ചെയ്യണം. ഒരു ദേശത്തിൽ എല്ലാ ജനങ്ങളും സന്തുഷ്ടരായിരിക്കുക, അല്ലെങ്കിൽ ആരും വിഷമിക്കാത്ത ഒരു അവസ്ഥ ഉണ്ടാവണം എന്നതായിരുന്നു ഗാന്ധിജിയുടെ ആഗ്രഹം. എന്നാൽ അത് പൂർണ്ണമായും നടപ്പിലാക്കാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എന്നാണോ അത് നടപ്പിലാക്കാൻ കഴിയുന്നത് അതുവരെയും നമ്മൾ പ്രയത്നിക്കണം. അതിനുവേണ്ടി നമ്മൾ പ്രയത്നിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെ മാത്രമേ ഈ സ്വപ്നം സാക്ഷാത്കരിക്കാനായി സാധിക്കുകയുള്ളൂ. वे सपने भारत के लिए है, पर साथ ही वे पूरे विश्व के लिए भी है. आज कोई खुद को बिल्कुल अलग नहीं सोच सकता, क्योंकि सब राष्ट्र और लोग एक दूसरे से बड़ी समीपता से जुड़े हुए हैं. शांति को अविभाज्य कहा गया है, इसी तरह से स्वतंत्रता भी अविभाज्य है, समृद्धि भी और विनाश भी. अब इस दुनिया को छोटे छोटे हिस्सों में नहीं बांटा जा सकता. हमें स्वतंत्र भारत का महान निर्माण करना है, जहां उसके सारे बच्चे रह सकें. जय हिंद. ഈ സ്വപ്നം ഭാരതത്തിൻ്റെതാണ്, എന്നാൽ അതോടൊപ്പം തന്നെ ലോകത്തിൻ്റെ മുഴുവനും. ഇന്ന് എല്ലാ രാജ്യങ്ങളും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആരും ഒരു വേർതിരിവ് കാണിക്കാറില്ല. സമാധാനം വിഭജിക്കാൻ പറ്റാത്തതാണ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് സ്വാതന്ത്ര്യവും സമൃദ്ധിയും വിനാശവും. ഇപ്പോൾ ഈ ലോകത്തെ ചെറിയ ചെറിയ ഭാഗങ്ങളായി വിഭജിക്കാൻ കഴിയില്ല. നമ്മൾ നിർമ്മിക്കേണ്ടത് ഒരു സ്വതന്ത്രമായ ഭാരതമാണ്. തൻ്റെ ഭാരത മക്കൾക്ക് കഴിയാൻ സാധിക്കുന്ന, സുരക്ഷിതമായി കഴിയാൻ സാധിക്കുന്ന ഒരു സ്വതന്ത്ര ഭാരതം.